ഒത്തൊരു രൂപമുള്ള മനുഷ്യൻ, മനക്കലെ വിഷ്ണുദത്തൻ എന്ന് കേട്ടിട്ടേയുള്ളൂ. ഇതാ ഇപ്പോൾ തൻ്റെ മുന്നിൽ. ഒരുപാട് കഥകളും കേട്ടിട്ടുണ്ട്. സൗന്ദര്യം കൊണ്ടും രൂപം കൊണ്ടും പെൺകുട്ടികളുടെ ആരാധനാ കഥാപാത്രമായ മനുഷ്യൻ. പഠിക്കുന്ന സമയങ്ങൾ ഒരു നോക്ക് കാണുവാൻ കൊതിച്ചിരുന്നു. മറ്റുള്ളവരുടെ വർണ്ണനകളിലൂടെ ഒരു രൂപം മനസ്സിൽ രൂപപ്പെടുത്തിയിരുന്നതിന് നേരെ വിപരീതമാണ് ഇപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾ. സൗന്ദര്യത്തിന് ഇപ്പോഴും ഒരു കോട്ടവും തട്ടിയിട്ടില്ല. അവൻ്റെ കാപ്പിമിഴികളിലേക്ക് ഏതൊരാളുടെയും കണ്ണുകൾ ചെന്നെത്തും. വർണ്ണനകൾക്കും അതീതമായാണ് അവൻ്റെ സൗന്ദര്യവും ശരീരഘടനയും എന്ന് ഒരു നിമിഷം ഞാനോർത്തു. സങ്കല്പത്തിൽ ഒരു പുരുഷന് ഇണങ്ങിയ രൂപം. പതിയെ കാപ്പിമിഴികളിലേക്ക് ചുവന്ന രാശി പടരുന്നത് ഒരു വേള ഞാൻ നോക്കി നിന്നു. കഴിഞ്ഞോ? അവൻ്റെ ശബ്ദമാണ് എന്നെ അവനിൽ നിന്ന് നോട്ടം മാറ്റിച്ചത്. വീണ്ടും മനസ്സിൽ പേടി കടന്നുകൂടി. എന്തു പറയണമെന്ന് അറിയില്ല, എങ്ങനെ തുടങ്ങണമെന്ന്. ഡീ, നീ എന്താടി ആലോചിച്ചു കൂട്ടുന്നത്? ഒന്നുമില്ല എന്നവൾ തലയാട്ടി. നിനക്ക് നാക്കില്ലേ? അവൻ്റെ സംസാരത്തിലെ ഗൗരവം അവളെ ഭയപ്പെടുത്തുന്നതിനോടൊപ്പം ശരീരത്തിലാകെ വിറയലും വന്നുകൂടി. എന്തു പറയണമെന്നറിയാതെ അവൾ തലകുനിച്ചു നിന്നു. ചോദിച്ചത് നീ കേട്ടില്ലേ? ആ? അവൾ ഞെട്ടി വിറച്ചുകൊണ്ട് അവനെ നോക്കി. ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ മൂളലും തലയാട്ടലൊന്നും എൻ്റെ അടുത്ത് വേണ്ട. എനിക്കത് ഇഷ്ടവുമല്ല. പ്രത്യേകിച്ച് നീ. ഏത് തരക്കാരിയെന്ന് ആർക്കറിയാം? എത്ര ആളുടെ കൂടെ കിടന്നിട്ടാടി ഇവിടേക്ക് വന്നത്? എത്ര തന്നു എൻ്റെ അച്ഛനും അമ്മയും മകനെ നേർവഴിക്ക് കൊണ്ടുവരാൻ കണ്ടുപിടിച്ച ഒരു മാർഗം. ശേ, ഇതുപോലുള്ള സ്ത്രീകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അവൻ മുഷ്ടി ചുരുട്ടി ആഞ്ഞു മേശയിൽ അടിച്ചു. ഇതേ സമയം അവൻ പറഞ്ഞ വാക്കുകൾ എല്ലാം കേട്ട് അവൾ ശവം പോലെ നിൽക്കുകയാണ്. ഭൂമി പിളർന്നു താഴേക്ക് പോയാൽ മതിയായിരുന്നു എന്നുപോലും അവൾ ചിന്തിച്ചു. കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീർ ഒഴുകുന്നുണ്ട്. കയ്യിലുള്ള ചെപ്പും പാൽ ഗ്ലാസും വിയർപ്പ് തുള്ളികളാൽ നനഞ്ഞു. നിന്നിടത്ത് നിന്ന് ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ തൻ്റെ ജീവിതം വീണ്ടും കൂരിരുട്ടിലേക്കാണല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് നിലവിളിച്ച് പൊട്ടിക്കരയാൻ തോന്നി. പക്ഷേ എൻ്റെ ശബ്ദം പുറത്തേക്ക് വന്നാൽ ഇയാൾ എന്താ ചെയ്യുക എന്നുപോലും അറിയില്ല. കുറച്ചു മുമ്പ് വരെ സീമന്തത്തിൽ തൊട്ട ചുവപ്പിന് അർത്ഥമുണ്ടെന്ന് തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇയാളുടെ ഓരോ വാക്കിനും അതിൻ്റെ പവിത്രത നഷ്ടപ്പെട്ടു. തൻ്റെ കഴുത്തിൽ അണിഞ്ഞ താലിക്ക് ഒരു മൂല്യമുണ്ട്, അതും ഇല്ലാതെയായി. ആരാണ് തെറ്റുകാർ? ഞാനോ? അല്ലെങ്കിലും എനിക്കെന്തറിയാം? എല്ലാവരുടെയും താളത്തിന് തുള്ളുന്ന ഒരു പാവയല്ലേ ഞാൻ. കയ്യിലുള്ള ചെപ്പും പാലും അടുത്തുള്ള മേശയുടെ മുകളിലേക്ക് വച്ചു. തല ചുറ്റുന്നത് പോലെ. ഏത് സമയവും വീഴാം. എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം. താലി അണിഞ്ഞവൻ പറഞ്ഞ വാക്കുകൾ അവളുടെ ഹൃദയത്തെ മുറിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഇനിയും നിന്നാൽ താൻ വീണുപോകും. മേശയോട് ചേർന്നുള്ള ചുമരിനോട് ചാരി അവൾ പതുക്കെ നിരങ്ങി താഴേക്കിരുന്നു. മനസ്സിനൊപ്പം ശരീരവും തളർന്നു. ഇനി ഒന്നും കേൾക്കാൻ വയ്യ. ഇത്രയും നാളും പലതും കേട്ടിട്ടുണ്ടെങ്കിലും തൻ്റെ ചാരിത്രത്തെ ഒരാളും ചോദ്യം ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ അതുമായി. താൻ ജീവനോടെ ഇരിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത്? ഓരോന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവൾ പതിയെ അവിടെ ഇരുന്ന് കണ്ണും പൂട്ടി. അപ്പോഴും കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ ഒഴുകുന്നുണ്ട്. തനിക്ക് മാത്രം എന്തേ ഇങ്ങനെ വിധി എന്നോർത്തു. ഇതേ സമയം റൂമിൻ്റെ അരികോരം ചേർന്നുള്ള ബെഡിൽ മധ്യത്തിൽ ലയിച്ചിരിക്കുകയാണ് വിഷ്ണു. ഇന്നത്തെ സംഭവങ്ങൾ ഓർക്കുമ്പോൾ അവന് ദേഷ്യം പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. ബോട്ടിലുള്ള മദ്യം മുഴുവൻ ഒറ്റ കമ്മത്തിൽ വായിലേക്കാക്കി കുപ്പി ആഞ്ഞു വലിച്ചെറിഞ്ഞു. ചില്ലുകൾ അങ്ങിങ്ങായി പടർന്നു. നിന്നെ ഞാൻ ജീവിക്കാൻ വിടില്ലടി. എന്ത് ധൈര്യം വേണ്ടായിട്ടാ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നത്? ഈ വിഷ്ണു ഒരു കോമാളിയാണെന്ന് കരുതിയോ? നിന്നെക്കുറിച്ചെല്ലാം നിന്റെ ഏട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അധികകാലം നിന്നെ ഞാൻ ഇവിടെ വാഴിക്കില്ല. അച്ഛനെയും അമ്മയെയും പറ്റിക്കാവുന്നതുപോലെ വിഷ്ണുവിനെ പറ്റിക്കാം എന്ന് കരുതേണ്ട. ഒരുത്തി പറ്റിച്ചു പോയതുപോലെ ഇനി ആരെയും അനുവദിക്കില്ല ഈ വിഷ്ണു. പെൺവർഗത്തോട് തന്നെ വെറുപ്പാണ്. ഇത് ആള് വേറെയാ. നിന്റെ അഭിനയം എൻ്റെ അടുത്ത് വേണ്ട. അവളുടെ ഒരു മുതലക്കണ്ണീർ. ഓരോന്നും പുലമ്പിക്കൊണ്ടവൻ ഇരുന്നിടത്ത് നിന്ന് നേരെ ബെഡിലേക്ക് വീണു. അപ്പോഴേക്കും മദ്യത്തിൻ്റെ ലഹരി അവൻ്റെ തലയ്ക്ക് പിടിച്ചിരുന്നു. നിങ്ങൾ എന്തൊക്കെയാ സുധിയേട്ടാ ഈ പറയുന്നത്? എൻ്റെ കുട്ടിയെ അവിടെയും സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കില്ലേ? മീര സുധിയുടെ കോളറിന് പിടിച്ചു വലിച്ചുകൊണ്ട് ആർത്ത് കരഞ്ഞു. വിടടി. മീരയുടെ കൈ അവൻ തൻ്റെ ദേഹത്ത് നിന്നും മാറ്റി. ഈ സുധി ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുത്തിട്ടേ ഞാൻ അടങ്ങും. അതിനുവേണ്ടി എന്ത് നെറുകെട്ട കളി കളിക്കാനും ഞാൻ ഒരുക്കമാ. നിന്നെക്കൊണ്ടെല്ലാം എന്ത് നടക്കാനാടി? ഒരു കുഞ്ഞിനെ പോലും തരാൻ കഴിയാത്ത നിന്നെ ആർക്ക് വേണം? പെണ്ണെന്ന് പറഞ്ഞാൽ അവളാണ്, ജാനകി. ഇന്നല്ലെങ്കിൽ നാളെ അവളെ ഞാൻ സ്വന്തമാക്കും. നീ കണ്ടോ, കുറച്ചു കഴിഞ്ഞാൽ അവൻ തന്നെ അവളെ ഇവിടെ കൊണ്ടുവിടും. അതിനൊക്കെയുള്ള വല ഞാൻ വിരിച്ചു കഴിഞ്ഞു. പണവും നമുക്ക്, പെണ്ണും നമുക്ക്. ശൗര്യത്തോടെ സുധി മീരയെ നോക്കി പറഞ്ഞു. അവൻ്റെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ മീരയ്ക്ക് ലജ്ജ തോന്നി.
ഈ മീരയ്ക്ക് ജീവനുള്ളിടത്തോളം കാലം എൻ്റെ മോളുടെ ദേഹത്ത് നിങ്ങളുടെ കൈ പതിഞ്ഞാൽ നിങ്ങളെയും കൊന്നിട്ട് ഞാൻ ചാകും. തനിക്കൊരു മോളുണ്ടായിട്ടുണ്ടെങ്കിൽ അവളുടെ പ്രായമല്ലേ ഉണ്ടാകൂ. ആ കുട്ടിയോട് തൻ്റെ ഈ നെറികെട്ട കാമപരാന്ത് തീർക്കാൻ തനിക്കൊരു എളുപ്പമില്ലേ? മീരയ്ക്ക് ദേഷ്യം വന്നു. വാക്കുകൾ കൊണ്ട് മാത്രമേ സുധിയെ എതിർക്കാൻ കഴിയൂ. ശരീരം കൊണ്ട് അവൻ്റെ പകുതി മാത്രമേ മീരയുള്ളൂ. ഓരോ രാത്രികളിലും സുധിയുടെ അടിയേറ്റ് വീഴുമ്പോൾ മനസ്സിൽ ജാനിയെ രക്ഷിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ പോലെയാ ഏട്ടത്തി ഇവിടേക്ക് വന്നതെന്ന്. ഇല്ലെങ്കിൽ ഈ ജാനി എന്നേ ലോകത്തോട് വിട പറഞ്ഞിരിക്കുമെന്ന് പറഞ്ഞ് ഒരുപാട് രാത്രികളിൽ കരഞ്ഞിട്ടുണ്ട്. ഈ വീട്ടിലുള്ളവരെല്ലാം മനുഷ്യരെല്ലാം മൃഗങ്ങളാണ്. അല്ല, മൃഗങ്ങൾക്ക് പോലും അലിവ് തോന്നും. പക്ഷേ ഇവിടെയുള്ളവർക്ക്. പിന്നെ ഇതൊന്നും നീ അവളെ വിളിച്ചു വിളമ്പാൻ നിൽക്കേണ്ട. അവൾക്ക് പറ്റാവുന്ന കാലം അവളവിടെ നിൽക്കട്ടെ. എങ്കിലേ പണം ചോദിച്ച് അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ പറ്റൂ. പിന്നെ ഇതൊക്കെ നിന്നോട് പറഞ്ഞത് നീ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. ഈ സുധി മാറിയിട്ടൊന്നുമില്ല. കുറച്ചു കഴിഞ്ഞാൽ അവൾ വീണ്ടും ഇവിടേക്ക് വരും. അപ്പോൾ എനിക്ക് എളുപ്പത്തിൽ അവളെ സ്വന്തമാക്കാം. ഇനി അവൾ ഒരു രണ്ടാം കെട്ടുകാരിയല്ലേ? ആ സമയം നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകാം. മീരയെ നോക്കി ആക്രോശിച്ചുകൊണ്ട് അവൻ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അവൻ പറഞ്ഞതൊക്കെ കേട്ട് പൊട്ടിക്കരച്ചിലോടെ അവൾ നിലത്തേക്ക് ഊർന്നിരുന്നു. ഇല്ല കുട്ടി, മീരേച്ചിക്ക് ജീവനുള്ളിടത്തോളം കാലം ഒരാളെയും നിന്നെ ഉപദ്രവിക്കാൻ ഞാൻ അനുവദിക്കില്ല. എൻ്റെ മോളാണ് നീ, ഞാൻ പ്രസവിക്കാത്ത എൻ്റെ മോള്. രാവിലെ തലയ്ക്ക് വല്ലാത്തൊരു പെരുപ്പുമായാണ് ജാനി കണ്ണു തുറന്നത്. ശരീരം മുഴുവൻ വേദനിക്കുന്നുണ്ട്. കരഞ്ഞു കണ്ണുകൾ വീർത്തിരിക്കുന്നു. ഇന്നലെ രാത്രി നടന്നതൊക്കെ മനസ്സിലേക്ക് വീണ്ടും വരുമ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും ചാലിട്ടൊഴുകി. ഇരുന്നിടത്ത് നിന്നും അവൾ പതുക്കെ എഴുന്നേറ്റു. കഴിയുന്നില്ല, കാലുകളൊന്നും നൂരുന്നില്ല. രാത്രിയിൽ ഇരുന്ന ഇരിപ്പല്ലേ. അടുത്തുള്ള മേശയിൽ പിടിച്ച് അവൾ എഴുന്നേറ്റു. ഒരടി വെക്കാൻ കഴിയുന്നില്ല, ഊർന്നു വീഴുന്നത് പോലെ. ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചതും കാലിലേക്ക് ആഴത്തിൽ ചില്ല് തറച്ചതും ഒരുമിച്ചായിരുന്നു. ആ അമ്മേ! വേദന കൊണ്ട് അവൾ പുളഞ്ഞു. ശബ്ദം അവിടെയാകെ പ്രതിധ്വനിച്ചതും ഉടനെ രണ്ട് കൈയും കൊണ്ട് അവൾ വായ പൊത്തിപ്പിടിച്ചു. തൻ്റെ വേദന മറ്റാരും അറിയരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അല്ലെങ്കിൽ അതിന് വഴക്ക് കേട്ടാലോ? എന്നാൽ അപ്പോഴേക്കും ശബ്ദം കേട്ട് വിഷ്ണു എഴുന്നേറ്റിരുന്നു. വിഷ്ണു നോക്കുമ്പോൾ രണ്ട് കൈകൊണ്ട് വായ പൊത്തി നിൽക്കുന്നവളെയാണ് കണ്ടത്. കണ്ണിൽ നിന്നും തുരുതുരയായി വെള്ളം ഒഴുകുന്നുണ്ട്. നെറുകയിലെ സിന്ദൂരം നെറ്റിയിലാകെ പടർന്നിരിക്കുന്നു. മുടിയൊക്കെ അലസമായി ഇരിപ്പുണ്ട്. അവൻ ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നുപോയി. അവളുടെ സൗന്ദര്യം അവനെ മത്തുപിടിപ്പിക്കുന്നത് പോലെ. പിന്നീട് ബോധത്തിലേക്ക് വന്നപ്പോഴാണ് അവൻ അട്ടഹസിച്ചത്. നീ എന്താടി ഒച്ച വച്ചത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അഭിനയമൊന്നും എൻ്റെ അടുത്ത് വേണ്ടെന്ന്? അവന് കലിപ്പുണ്ട്. അവളോട് ദേഷ്യപ്പെട്ടു. ആ സമയമൊന്നും അവളുടെ കാലിൽ നിന്നും പോകുന്ന ചോര അവൻ കണ്ടിരുന്നില്ല. അവൾ ഒന്നും പറയാതെ വേച്ചു ബാത്റൂമിലേക്ക് നടന്നു. വിഷ്ണുവിനോട് ഒന്നും പറയാൻ അവൾക്കുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയോടെ അയാളെ അവൾ വെറുത്തിരുന്നു. അയാൾ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും മനസ്സിലുണ്ട്. ഒരു പെണ്ണിനും സഹിക്കാൻ കഴിയാത്ത വാക്കുകൾ. തൻ്റെ മാനത്തിന് വില പറഞ്ഞവൻ. ബാത്റൂമിലേക്ക് കയറിയതും അവൾ പൊട്ടിക്കരഞ്ഞുപോയി. അപ്പോഴേക്കും കാലിൽ നിന്ന് ഒരുപാട് ചോര പോയിട്ടുണ്ടായിരുന്നു. അവൾ ബാത്റൂമിൻ്റെ നിലത്തിരുന്ന് കാലിൽ നിന്നും പതിയെ ചില്ലെടുക്കാൻ ശ്രമിച്ചു. കഴിയുന്നില്ല, വേദന സഹിക്കാനും. പക്ഷേ എടുത്തല്ലേ പറ്റൂ. തൻ്റെ കാര്യം താൻ തന്നെ നോക്കണം. അവൾ രണ്ട് കണ്ണും മുറുക്കെ പൂട്ടി. കാലിലെ കുപ്പിച്ചില്ലിൽ പിടുത്തമിട്ട് ഒറ്റ വലിയായിരുന്നു. അവൾക്ക് ശ്വാസം നിലയ്ക്കുന്ന പോലെ തോന്നി. വേദന കടിച്ചമർത്താൻ കഴിയുന്നില്ല. എന്തു ചെയ്യും? ആരോട് പറയാൻ? ചോര വീണ്ടും ഒഴുകാൻ തുടങ്ങി. ചോര നിൽക്കുന്നില്ല. വേദനയോടൊപ്പം ഭയവും കടന്നു വന്നു. ഉടനെ അവൾ ധരിച്ചിരുന്ന സാരിയുടെ ഒരറ്റത്ത് നിന്ന് കീറി ബ്ലഡിലേക്ക് അടുപ്പിച്ചു വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞതും ചോര വരുന്നത് നിന്നു. അവിടുന്ന് അവൾ പതിയെ എഴുന്നേറ്റ് ഷവറിൻ്റെ കീഴിലായി നിന്നു. ഒരുപാട് നേരം അവൾ അവിടെ തന്നെ നിന്നു. തണുത്ത വെള്ളം ശരീരത്തിലേക്ക് പടരുമ്പോൾ എന്തൊക്കെയോ ആശ്വാസം തോന്നുന്നു. ശരീരം വേദനിക്കുന്നു, മനസ്സും. ഇന്ന് താൻ തനിച്ചാണ്. കൂട്ടിന് മീരേച്ചിയില്ല. എൻ്റെ ഭാഗം പറയാൻ ആരുമില്ല. മരിക്കാൻ പേടിയായതുകൊണ്ടാ, അല്ലെങ്കിൽ എന്നേ ജീവിതം അവസാനിപ്പിച്ചേനെ. ഓരോന്നോർത്ത് അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു. തനിക്ക് മാത്രം എന്തേ ഇങ്ങനെ? ദൈവത്തിന് പോലും എന്നെ വേണ്ടാതായോ? എൻ്റെ കൃഷ്ണ, എന്നും ഞാൻ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതല്ലേ. ഒരിക്കലെങ്കിലും എന്നെ ഒന്ന് കേട്ടൂടെ? ജനിച്ചപ്പോൾ അമ്മ പോയി. ഒന്നും പറയാതെ ഒരു നാൾ അച്ഛനും ഇറങ്ങിപ്പോയി. ആരോരുമില്ലാത്ത എന്നെ വലിയച്ഛൻ കൊണ്ടുപോകുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹത്തിന് വേണ്ടി കൊതിച്ചിരുന്നു. പിന്നീട് അവിടെയുണ്ടായത് എനിക്ക് മറക്കാൻ കഴിയാത്ത കൈപ്പേറിയ നിമിഷങ്ങളായിരുന്നു. എൻ്റെ 8ാം വയസ്സിലാണ് സുധിയേട്ടൻ മീരേച്ചിയും കൊണ്ടുവരുന്നത്. തനിക്ക് ആരെങ്കിലും ഉണ്ടെന്ന് തോന്നിയത് മീരേച്ചി വന്നപ്പോഴാണ്. തനിക്ക് വേണ്ടി വഴക്ക് കൂടാനും തന്നെ സഹായിക്കാനും തന്നെ പഠിപ്പിക്കാനും മീരേച്ചി ഒരുപാട് പ്രയത്നിച്ചു.
തൻ്റെ ജീവിതം മീരച്ചേച്ചിയുടെ ത്യാഗത്തിൻ്റെ വിലയാണ്. ജീവിക്കണം ചേച്ചിക്ക് വേണ്ടിയെങ്കിലും. ആ തണുത്ത വെള്ളം വീഴുന്നതിനിടയിലും അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു. ബെഡിൽ നിന്ന് വിഷ്ണു എഴുന്നേറ്റതും അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന ചില്ലുകൾ കണ്ടു. ഇന്നലെ രാത്രി മദ്യത്തിൻ്റെ ലഹരിയിൽ താൻ എറിഞ്ഞു പൊട്ടിച്ചതാണെന്ന് അവന് മനസ്സിലായി. അവനൊന്ന് തല കുടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അപ്പോഴാണ് മേശയുടെ അരികിൽ ചോരപ്പാടുകൾ കണ്ടത്. അവൻ മെല്ലെ അവിടത്തേക്ക് നടന്നു. ജാനിയുടെ കാലിലെ ചോരയാണെന്ന് അവന് മനസ്സിലായി. അവൾ നടന്നുപോയ വഴി മുഴുവൻ ചോരയാണ്. ബാത്റൂം വരെ അതുണ്ട്. നേരത്തെ അവൾ ശബ്ദമുണ്ടാക്കിയത് എന്തിനാണെന്ന് അവനിപ്പോൾ ഊഹിക്കാം. ഛേ, കാല് മുറിഞ്ഞിട്ടാണ് അവൾ ബഹളം വെച്ചത്. അതൊന്നും അറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. സാരമില്ല. ഇതൊക്കെ അനുഭവിക്കാൻ കൂടിയല്ലേ അവൾ വന്നത്. അവളെ ഓർത്തപ്പോൾ അവൻ്റെ ചുണ്ടിൽ പുച്ഛമായ ചിരി വിരിഞ്ഞു. റൂമിൻ്റെ ഒരു സൈഡിലായുള്ള ചൂലുമെടുത്ത് റൂം ക്ലീൻ ചെയ്യാൻ തുടങ്ങി അവൻ. അല്ലെങ്കിലും തൻ്റെ റൂം താൻ മാത്രം കൈകാര്യം ചെയ്യുന്നതാണ്. ഒരാളെയും ഇതിനകത്ത് കയറ്റാറില്ല. ഇന്നലെ അതിന് മാറ്റം വന്നിരിക്കുന്നു. സാരമില്ല, കുറച്ച് ദിവസത്തേക്കല്ലേ. അപ്പോഴേക്കും അവൾ അവളുടെ പാട്ടിന് പോയിക്കോളും. അവൻ ഓരോന്ന് മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് എല്ലാം വൃത്തിയാക്കി. അപ്പോഴേക്കും ബാത്റൂം തുറന്ന് ജാനി പുറത്തേക്ക് വന്നിരുന്നു. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. ഉടുത്തിരിക്കുന്ന സാരി മാറ്റിയിരുന്നില്ല. ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവൾ ഡ്രസ്സൊന്നും എടുക്കാത്തത് കൊണ്ട് അവൾ ഇറങ്ങി വന്നതാണ്. ആകെ നനഞ്ഞിട്ടുണ്ട്. സാരി അവളുടെ അഴകിനൊത്ത ദേഹത്തേക്ക് ഒട്ടി നിൽക്കുന്നു. സ്ഥാനം മാറി നിൽക്കുന്ന സാരിയുടെ വിടവിലൂടെ അവളുടെ ആലില പോലത്തെ അടിവയറിലേക്ക് അവൻ്റെ നോട്ടം ചെന്നെത്തി. ഒപ്പം നാഭിച്ചുഴിയിലേക്കും. മടക്കോടു കൂടിയ അവളുടെ അണിവയറിനെ തലോടാൻ ഒരു നിമിഷം അവൻ ആഗ്രഹിച്ചു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ തല കുടഞ്ഞ് അവൻ ചൂല് അവിടെ ഇട്ട് ബാൽക്കണിയിലേക്ക് നടന്നു. പക്ഷേ അങ്ങനെ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടോ, തന്നെ നോക്കുന്നുണ്ടോ ഒന്നും ജാനി ശ്രദ്ധിച്ചിരുന്നില്ല. അവളുടെ മനസ്സ് മരിച്ചിരിക്കുകയാണ്. ഇനി എന്തെന്നറിയാതെ അവൾ ആകെ തളർന്നിരിക്കുകയാണ്. കബോർഡിൽ നിന്ന് ഒരു യെല്ലോ കളർ സാരിയും എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി. ഒരു നിർജീവമായ ശവത്തിനെ പോലെ. ഇനി വരുന്ന നാളുകൾ എങ്ങനെയെന്ന് അറിയാതെ. മോൾ എഴുന്നേറ്റോ? തൻ്റെ പിറകിലായി നിൽക്കുന്ന ജാനിയെ നോക്കി രേവതി ചോദിച്ചു. ഒപ്പം ഫ്ലാസ്കിൽ നിന്ന് ഒരു കപ്പ് ചായയും എടുത്ത് ജാനിക്ക് കൊടുത്തു. അവളുടെ കവിളിൽ ഒന്ന് തഴുകി. മോൾക്ക് ചായ പ്രശ്നമില്ലല്ലോ. രാവിലെ എല്ലാവരും ഇവിടെ ചായയാണ്. കണ്ണന് മാത്രമേ കോഫി വേണ്ടൂ. ദോശ ചുട്ടുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ രേവതി ജാനിയോട് പറയുകയാണ്. നല്ലൊരു കേൾവിക്കാരിയായി അവളും അടുത്തുതന്നെ കൂടി. ഇന്ന് അടുക്കളയിൽ കയറേണ്ട എന്നാണ് അമ്മയുടെ ഉത്തരവ്. അതുകൊണ്ട് തന്നെ ജാനി അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ അടുക്കളയിലായിരുന്നു തൻ്റെ ജീവിതം. ആദ്യമായാണ് ഒരു ദിവസം ഇളവ് കിട്ടുന്നത്. പഴയ കാര്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഒന്നൊന്നായി പടികടന്നു വന്നു. വേദനയേറിയ നിമിഷങ്ങൾ, പട്ടിണി കിടന്ന ദിവസങ്ങൾ, കവിളിൽ അടിയേറ്റ് 2 ദിവസം ഭക്ഷണം കഴിക്കാതെ നിന്ന ദിനങ്ങൾ. അവളുടെ ചുണ്ടിൽ വേദനയുടെ പുഞ്ചിരി നിറഞ്ഞു. അനുഭവിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവൾ. മോളെ, പറ്റുമെങ്കിൽ വൈകുന്നേരം അവനെയും കൂട്ടി അമ്പലത്തിൽ പോയി വരണം. രാവിലെ പോകേണ്ടതാണ്. അവൻ്റെ ഉറക്കം തടസ്സപ്പെടുത്തുന്നതൊന്നും അവനിഷ്ടമല്ല. അതുകൊണ്ടാ ഞാൻ രാവിലെ പറയാതിരുന്നത്. രാവിലത്തെ ഭക്ഷണം ഡൈനിങ് ടേബിളിലേക്ക് എടുത്തു വയ്ക്കുന്നതിനിടയിൽ അമ്മ പറഞ്ഞു. അമ്മ പറയുന്നത് കേൾക്കുകയല്ലാതെ അവൾക്ക് തിരിച്ചു പറയാൻ മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. ആ മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങൾ കാരിരുമ്പ് പോലെ മനസ്സിലേക്ക് ഇടിച്ചു കയറി വരുന്നുണ്ട്. താനിപ്പോൾ ഏറെ വെറുക്കുന്ന മുഖം. ഒരു പെണ്ണിനോടും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് ഇന്നലെ എന്നോട് പറഞ്ഞത്. ഒരു പരിചയവുമില്ലാത്ത തന്നെ എന്ത് കോലോണ്ടാണ് അയാൾ അളന്നത്? അയാളോട് ഞാനിനി എങ്ങനെ സംസാരിക്കും? അവളുടെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ കടന്നു വന്നു.